ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം കറിച്ചട്ടിയൊക്കെ കുറേ നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട് അല്ലേ. ഇപ്പം ഗ്യാസിൽ വെക്കാൻ വേണ്ടിയിട്ടും അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പറ്റിയിട്ടുള്ള രണ്ടിലും വെക്കാൻ വേണ്ടി സ്യൂട്ട് ആയിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. മുൻപ് അത് നമുക്ക് വീടുകളിലൊക്കെ ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ലോ, മാർക്കറ്റിംഗ് ഗെയ്സ് ഉണ്ടല്ലോ, എന്താ പറയണ്ടേ അതിന്, അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വെക്കാൻ വരുന്ന പിള്ളേരില്ലേ, ആ പിള്ളേരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് പണ്ട്. പക്ഷെ അന്ന് അതിന് നല്ല റേറ്റ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ ഓൺലൈനിൽ വാങ്ങിക്കാൻ അത്ര റേറ്റും ഇല്ല. സാധനം അതിനേക്കാളും നല്ല പൊള്ളി സാധനമാണ് കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നി എന്നെ പോലെ കുറേ പേര് ഇതുപോലെ ഗ്യാസിലും അടുപ്പിലും ഒക്കെ വെക്കുന്ന പാത്രങ്ങൾ കുറേ പേര് ഇങ്ങനെ തിരക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പം എന്നെ പോലെ കുറേ പേര് ഇത് തിരക്കിയിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമുക്കത് കാണാം. ഓക്കെ, എന്നെ കാണട്ടോ. ഓൾറെഡി ഞാൻ പൊട്ടിച്ചതാണ്, പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് സംഭവം. വേണ്ടേ, അപ്പം ഇതില് നമ്മൾ ഒരു കറിച്ചട്ടി മേടിക്കണമെങ്കിൽ തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുന്ന ചട്ടി മേടിക്കണമെങ്കിൽ 350 രൂപയൊക്കെ ആവും. ഇപ്പം 2 ചട്ടി മേടിക്കുന്ന പൈസ പോലും ഇതിനായിട്ടില്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ലിങ്കോ അല്ലെങ്കിൽ ഇതിന്റെ എന്താ ഈ ബാർകോഡ് നമ്പർ ഉണ്ടല്ലോ, നമ്പർ ഉണ്ട്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറും ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങിക്കാമേ. അപ്പൊ നേരെ കുറേ ഉണ്ട് ഐറ്റംസ്. ഇതുണ്ട്, ഇതെന്ന് പറഞ്ഞത് ഇതാണ് സംഭവം. മെറ്റീരിയൽ നമ്മുടെ ഇത് മൊത്തത്തില് നമുക്ക് 5 ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ലിഡും കൂടെ ചേർത്തിട്ട് 6, 1, 2, 3, 4, 5, 6 ലിഡും കൂടെ ചേർത്തിട്ട് 6 പീസാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ലിഡ് എന്ന് പറയുന്നത് ഇതിൻ്റെയാണ്. അപ്പൊ വേണ്ട 1, 2, 3, 4, 5, 6. അതാറ് പീസ് എന്നാ പറയുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്ന് കാണാം കേട്ടോ. പറഞ്ഞത് ചട്ടിയായിട്ടും കറിച്ചട്ടിയായിട്ടും അടുപ്പിലും വെക്കാൻ, നമുക്ക് ഗ്യാസിലും വെക്കാവുന്ന സൈസ് മെറ്റീരിയൽ ആണ്. ഇതിപ്പോ നമ്മൾ ഇവിടെ വന്നിട്ട് നാട്ടിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് കിട്ടാനില്ലായിരുന്നു, അതാണ് പിന്നെ ഓൺലൈനായിട്ട് വാങ്ങിച്ചത്. ഈ ഒരു സംഭവം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഒരു 1.5 kg ചിക്കനും ഒക്കെ വെക്കാൻ പറ്റിയ സൈസ് വലിപ്പമുള്ള നല്ലൊരു പാത്രമാണ്. പിന്നെ അതിൻ്റെ ഇതിനൊരു ലിഡും വരുന്നുണ്ട്. ഇത് ഓൾറെഡി എനിക്ക് ഉണ്ട് ഇവിടെ ഒരെണ്ണം, പക്ഷേ വീണ്ടും ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അതിട്ടിരിക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ എന്താ നമ്മുടെ ഫ്രൈ പാൻ. ഇതുണ്ടോ, ഫ്രൈ പാൻ ആണ്. നോൺ സ്റ്റിക്ക് ആണ് കേട്ടോ. ഇതെല്ലാം നോൺ സ്റ്റിക്ക് ആണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ യൂസേജും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഇതേണ്ടേ, അത് നല്ല സൂപ്പർ സാധനം കേട്ടോ. റിംഗ് ലൈറ്റ് കാണുന്നുണ്ട്. പിന്നെ എന്താണ്, അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ അതേ പിടിയുണ്ട്, എല്ലാത്തിനും നല്ല പിടിയുണ്ട് കേട്ടോ. പിടിയൊക്കെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. വേണ്ടേ, കണ്ട, ഇതാണ് സാധനം, ഇതാണ്. പിന്നെ സ്റ്റീലാണോ എന്ന് ചോദിച്ചാൽ സ്റ്റീലല്ല, എന്നാൽ നോൺ സ്റ്റിക്ക് ആണോ എന്ന് ചോദിച്ചാൽ നോൺ സ്റ്റിക്ക് ആണ്. താനും അടുപ്പിലും വെക്കാൻ പറ്റും, ഒക്കെ ഉണ്ട്. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് കണ്ടിട്ട് പോവാം. ഇതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കടുക് വിറക്കാനും പിന്നെന്താണ് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. ചെറുതായിട്ട് കുറച്ച് അളവിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു പാത്രമാണ്. പിന്നെ അതേ ഒരു സോസ് പാൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് വേണ്ട ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചെറിയൊരു ഫ്രൈ പാൻ ആണ് കേട്ടോ. മറ്റേത് നമുക്കപ്പം 2 ഫ്രൈ പാൻ, 2 സോസ് പാൻ, പിന്നെ വലിയൊരു കടായി, ഇത്രയും ചേർന്ന് പിന്നെ അതിന്റെ ലിഡും കൂടെ ചേർന്നിട്ട് നമുക്ക് ടോട്ടൽ 6 പീസാണ് വരുന്നത്. അപ്പൊ അത് അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണെന്ന്, ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഗുണം മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിക്കുന്നത്. അപ്പം എന്നെ പോലെ കുറേ പേർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു പാത്രം ഉണ്ട് ഇത്, പക്ഷെ ഇത് ഈ സംഭവമല്ല, ഇത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ കാണുമ്പോൾ നല്ല ഈ പാത്രം പോലെ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ഭംഗി തോന്നിയിട്ട് മേടിച്ചതാണ് കേട്ടോ. നമുക്ക് വീഡിയോയ്ക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. വീഡിയോയ്ക്ക് എടുക്കുന്നതല്ല,
എന്താ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ക്യൂട്ടായിട്ട് തോന്നി. ഇതിപ്പോ ഞാൻ മേടിച്ചത് നമ്മുടെ സജിയില്ലേ, സജിയുടെ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. അവിടെ അടിപൊളി കുറെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ വേറെ കുറെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് കാണാം. അവിടെ പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, ഫാൻസി ഐറ്റംസും പിന്നെന്താ ചെടിച്ചട്ടി അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. സജിയുടെ കടയിൽ നിന്ന് മേടിച്ചതാണ് കറി, ഒരു കറട്ടിന് നിർമ്മോടെ ബാക്കി പറക്കുകയാണ് കേട്ടോ. കുറച്ച് വേറെ ഇങ്ങനെ ഞാൻ എവിടെ പാത്രം കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേടിക്കാൻ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഞാൻ മേടിച്ചിരിക്കും. പിന്നെ അതേണ്ട ഒരു വൈറ്റ്, പിന്നെ അത് അതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേ ഫിഷ് ഷേപ്പിലുള്ള ഒരു പാത്രം. ഇത് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്താണ് സെർവ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ, ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഫിഷിന്റെ ഷേപ്പിലുള്ള. അപ്പൊ ഇതിന്റെ ഒരു ചെറിയത് എനിക്കുണ്ട്, സോസ് ഒക്കെ ഒഴിക്കുന്ന ടൈപ്പ് ചെറുതുണ്ട്. മുമ്പ് എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ആ ഒരു പാത്രം. പിന്നെ അതിന്റെ വലുതാണ് കേട്ടോ. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് രണ്ടും കൂടെ ഇങ്ങനെ സെറ്റ് ആയിട്ടൊക്കെ വെക്കാന്നൊക്കെ തോന്നിയത്. അപ്പുറത്തിരിക്കുന്നു, കിച്ചണിൽ അപ്പുറത്തിരിക്കുന്നു. പിന്നെ അപ്പം റിസ്മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാത്രമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറഞ്ഞത്. അപ്പം ഇത് കാണിക്കും ഇത് കാണിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ഇതാണ് കേട്ടോ ചെറിയ മീന്. കണ്ടോ, ചെറിയ മീനും വലിയ മീനും കൊള്ളാല്ലേ, സംഭവം കൊള്ളാം, അടിപൊളി. സെയിം ഷേപ്പ് തന്നെ, സെയിം. പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് പൊട്ടുന്ന മെറ്റീരിയലും ഇത് പ്ലാസ്റ്റിക്കും ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളെ പ്ലാസ്റ്റിക്കിലെ കട്ടി കൂടിയത്. പ്ലാസ്റ്റിക്കില് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ് കേട്ടോ. വെറും അങ്ങ് ചൂടൊക്കെ വീണാൽ പെട്ടെന്ന് ഉരുകി പോകുന്നൊന്നുമല്ല. നമുക്ക് ചൂട് സാധനങ്ങളൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.